മഹത്വപൂർണ്ണയായി തനിക്ക് നിർദ്ദേശിക്കുന്നതിനും അവൾ കർമ്മരേഖയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ജീവിതത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോൾ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ വിശ്വാസികളുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹത്തിൽ നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീട്ടിരിക്കാം. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകർ പറഞ്ഞു, അവൻ എന്നോട് പറയുന്നത് ചെയ്യുകയും. യഹൂദ ശുദ്ധീകരണ സ്ഥലത്ത് കമ്പത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടു ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയായി വെള്ളം പിടിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേത്തൻ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു എന്ന മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. പ്രിയ സ്റ്റീഫൻ പാമ്പുകളിൽ, അന്യമാത്യോ തേക്കലക്കാട്ടിൽ, ബിജോ തപ്പുകാലായൻ, അൻസു അഴകുളത്തിൽ. ഇന്ന് സ്റ്റീഫന്റെയും അനുവിന്റെയും ബിജോയുടെയും അൻസുവിന്റെയും ജീവിതത്തിൽ ഏറ്റവും മംഗളകരമായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി അവരുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒക്കെയായി നാം കർത്താവിന്റെ വേദിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. വിവാഹ ജീവിതത്തെ പറ്റി ഈ അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നത് കേട്ടു. ആലപ്പുഴയിലെ ചുണ്ടൻ പണ്ടം പോലെയാണ് വിവാഹ ജീവിതം. ആലപ്പുഴയിലെ ചുണ്ടൻ വള്ളം മത്സരത്തിൽ ആലപ്പുഴ എല്ലാ വ്യക്തികളും ഒരേ സ്പീഡിൽ, ഒരേ സ്പിരിറ്റിൽ, ഒരേ ലക്ഷ്യത്തിൽ കൊണ്ട് അവർ കഴിയുമ്പോൾ അവർ വിജയം നേടാൻ സാധിക്കും. വിവാഹ ജീവിതത്തെ വേറൊരു സന്ദേശം ഞാൻ കേട്ടിട്ടുള്ളത്, അത് ഓർക്കസ്ട്ര പോലെയാണ്. ഒരു ഗാനമേളയിൽ പങ്കെടുക്കുമ്പോൾ പല മ്യൂസീഷ്യൻസ് അവരുടെ രാഗം താളം മാറ്റം ചേർത്ത് ആ ടൈം കീപ്പ് ചെയ്ത് ആ മ്യൂസിക് കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേക മെലഡി ഉണ്ട്. അത് കേൾക്കുവാൻ ഇപ്പമുണ്ട്.
അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും മെലഡി വേണം. ഈ അടുത്ത കാലത്ത് വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ഇതാണ്: ആരായിരിക്കണം ഒരു വരൻ? അവരൊരു മകനായിരിക്കണം, അവരൊരു സഹോദരനായിരിക്കണം, അവരൊരു കാമുകനായിരിക്കണം, അവരൊരു ഭർത്താവായിരിക്കണം, അവരൊരു പിതാവായിരിക്കണം. ആരായിരിക്കണം ഒരു മകൻ? അവരൊരു മകളായിരിക്കണം, അവരൊരു സഹോദരിയായിരിക്കണം, അവരൊരു കാമുകയായിരിക്കണം, അവരൊരു ഭാര്യയായിരിക്കണം, അവരൊരു അമ്മയായിരിക്കണം. ഷേക്സ്പിയർ ഒരാൾ പറയുകയുണ്ടായി, ഈ ലോകം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്റ്റേജാണ്. നാം ഓരോരുത്തരും ആക്ടേഴ്സ്. ഓരോ വ്യക്തികൾക്കും ഒരു പ്രത്യേക റോൾ ഉണ്ട്. ആ ഓരോ വ്യക്തിയും അവരുടെ റോൾ ശരിക്കും എടുത്ത് ആക്ട് ചെയ്യുമ്പോഴാണ് ആ നാടകം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. ഒരു വരന് ഒരു നല്ല മകനായി തീരുമ്പോൾ, നല്ല സഹോദരനായി തീരുമ്പോൾ, സ്വന്തം ഭാര്യയ്ക്ക് നല്ലൊരു കാമുകയായി തീരുമ്പോൾ, കാമുകനായി തീരുമ്പോൾ, നല്ലൊരു ഭർത്താവായി തീരുമ്പോൾ, നല്ലൊരു പിതാവായി തീരുമ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിൽ ധാരാളം സന്തോഷവും സമാധാനവും വിജയവും ഐശ്വര്യം കൈവരിക്കുന്നു. അതുപോലെ ഒരു വധു അവൾ നല്ലൊരു മകളായി തീരുമ്പോൾ, ഒരു മകളുടെ നിലയിലുള്ള അവളുടെ ഡ്യൂട്ടികൾ ശരിക്കും നിർവഹിക്കുമ്പോൾ, ഒരു നല്ല സഹോദരിയായി തീരുമ്പോൾ, സ്വന്തം ഭർത്താവിന് നല്ലൊരു കാമുകിയായി തീരുമ്പോൾ, നല്ലൊരു ഭാര്യയായി തീരുമ്പോൾ, നല്ലൊരു അമ്മയായി തീരുമ്പോൾ അവളുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നു. ഇന്ന് ഈ നവദമ്പതിമാരായ ശ്രീ പെരുമാനും ബിജോയും അൻസുവും ഈ അവസരത്തിൽ ഇവർക്ക് സർവഭാവങ്ങളും ഞാൻ നേരുകയാണ്. സംതൃപ്തമായ ഒരു കുടുംബജീവിതവും ഭാസുരമായ ഒരു ഭാവിയും നൽകി സർവശക്തനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം സ്നേഹത്തിന്റെ ഒരു കൂതാശയാണ്. കൂതാശ എന്നാൽ വിശദീകരിക്കുന്ന കർമ്മം എന്നാണ് അർത്ഥം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിച്ച് ശുശ്രൂഷിച്ച് നിത്യസൗഭാഗ്യം നേടുവാനാണ്. ഈ നവദമ്പതിമാരെ ദൈവം വിളിച്ചിരിക്കുന്നത് കുടുംബ ജീവിതത്തിലേക്കാണ്. ആ വിളി കേട്ട് അതിനുവേണ്ടി കർത്തൃസന്നിധിയിൽ ഒന്നായി തീരുവാൻ അവർ വന്നിരിക്കുകയാണ്.